വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബ്രിട്ടീഷുകാരുടെ ക്രൂരതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിക്കുന്നത്. അതിലേറ്റവും വലിയ സംഭവമാണ് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊല. അതിനെക്കുറിച്ചും അതിനുശേഷം ഗാന്ധിജി നേതൃത്വം നൽകിയ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിക്കുന്നത്. British cruelty. The British introduced an act which gave them power to arrest and imprison anyone they wanted without trial for any length of time. They suppressed the peaceful protests led by Gandhiji against this act and arrested him. British cruelty. British ക്രൂരത. The British introduced, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ an act, ഒരു നിയമം, വിച്ച് ആ നിയമം ഗേവ് ദം അവർക്ക് നൽകി, പവർ അധികാരം, ടു അറസ്റ്റ് ചെയ്യാൻ, ആൻഡ് ഇംപ്രിസൺ തടവിൽ വെക്കാനും, എനിവൺ ആരെയും, ദേ വാണ്ടഡ് അവർ ആവശ്യപ്പെടുന്ന, വിത്തൗട്ട് ട്രയൽ വിചാരണ കൂടാതെ, ട്രയൽ മീൻസ് വിചാരണ, ഫോർ എനി ലെങ്ത് ഓഫ് ടൈം എത്ര കാലം വരെയും. The British introduced an act which gave them power to arrest and imprison anyone they wanted without trial for any length of time. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പുതിയ ആക്ട് പ്രകാരം അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്യാനും തടവിൽ വെക്കാനും ശക്തി നൽകി. They suppressed, അവർ അടിച്ചമർത്തി, the peaceful protests, സമാധാനപരമായ സമരങ്ങളെ. പീസ്ഫുൾ മീൻസ് സമാധാനപരമായ, പ്രൊട്ടസ്റ്റ് സമരങ്ങൾ. ദേ സപ്രസ്ഡ് ദി പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, സമാധാനപരമായ സമരങ്ങളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ലെഡ് ബൈ ഗാന്ധിജി, ഗാന്ധിജി നയിച്ച. എഗെയിൻസ്റ്റ് ദിസ് ആക്ട്, ഈ നിയമത്തിനെതിരെ. ആൻഡ് അറസ്റ്റഡ് ഹിം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദേ സപ്രസ്ഡ് ദി പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ലെഡ് ബൈ ഗാന്ധിജി എഗെയിൻസ്റ്റ് ദിസ് ആക്ട് ആൻഡ് അറസ്റ്റഡ് ഹിം. ഈ നിയമത്തിനെതിരെ ഗാന്ധിജി നയിച്ച സമാധാനപരമായ സമരങ്ങളെ അവർ അടിച്ചമർത്തി, അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ലേറ്റർ ദി ബ്രിട്ടീഷ് അൺലീഷ്ഡ് മച്ച് ക്രൂവൽറ്റി ഓൺ ദി ഇന്ത്യൻസ്. ദി പ്ലേസ് നോൺ ആസ് ജാലിയൻ വാലാബാഗ് ഇൻ പഞ്ചാബ്. എ ബിഗ് ഓപ്പൺ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിംഗ്സ് വിത്ത് ഓൺലി വൺ എൻട്രൻസ്. A meeting was going on there to protest against the injustice of the British. Suddenly, gunshots were heard, one after the other, continuously, as if a cracker house was set on fire. The shocked and horrified people ran all around for life. Hundreds of people lost their lives either in the firing or in the rush, and many more people were wounded. This incident that shocked the Indian mind took place on 13 April 1919. On hearing this, Gandhiji wished to reach Jallianwala Bagh as soon as possible, but the British army did not allow him to even enter Punjab. This disappointed Gandhiji furthermore. ലേറ്റർ പിന്നീടാണ് ദ ബ്രിട്ടീഷ് അൺലീഷ്ഡ്, ബ്രിട്ടീഷുകാർ കെട്ടഴിച്ചു വിട്ടത്. അൺലീഷ്ഡ് കെട്ടഴിച്ചു വിട്ടു. മച്ച് ക്രൂവൽറ്റി, കൂടുതൽ ക്രൂരത, ഓൺ ദി ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ. ലേറ്റർ ദി ബ്രിട്ടീഷ് അൺലീഷ്ഡ് മച്ച് ക്രൂവൽറ്റി ഓൺ ദി ഇന്ത്യൻസ്. പിന്നീട് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാർ കൂടുതൽ ക്രൂരതകൾ അഴിച്ചുവിട്ടു. ദ പ്ലേസ് നോൺ ആസ് ജാലിയൻ വാലാബാഗ് ഇൻ പഞ്ചാബ്. ദ പ്ലേസ്, ആ സ്ഥലം, നോൺ ആസ് അറിയപ്പെടുന്നു, ജാലിയൻ വാലാബാഗ് എന്ന്, ഇൻ പഞ്ചാബ്, പഞ്ചാബിലെ. എ ബിഗ് ഓപ്പൺ ഗ്രൗണ്ട്, ഒരു വലിയ തുറന്ന മൈതാനം. സറൗണ്ടഡ്, ചുറ്റപ്പെട്ട, ബൈ ഹ്യൂജ് ബിൽഡിങ്സ്. ഹ്യൂജ് മീൻസ് ബിഗ്. ബിൽഡിങ്ങുകൾ. അപ്പോൾ വലിയ ബിൽഡിങ്ങുകളാൽ ചുറ്റപ്പെട്ട ഒരു തുറന്ന മൈതാനത്ത്, വിത്ത് ഓൺലി വൺ എൻട്രൻസ്, അവിടെ ഒരു പ്രവേശന കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
A meeting was going on there to protest against the injustice of the British. ഒരു മീറ്റിംഗ് വാസ് ഗോയിങ് ഓൺ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു there അവിടെ ടു പ്രൊട്ടസ്റ്റ് സമരം ചെയ്യാൻ എഗെയിൻസ്റ്റ് എതിരായി ദ ഇൻജസ്റ്റിസ് അനീതിക്ക് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ഓഫ് ദി ബ്രിട്ടീഷുകാരുടെ അനീതിക്കെതിരായിട്ട്. A meeting was going on there to protest against the injustice of the British. ബ്രിട്ടീഷുകാരുടെ അനീതിക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സഡൻലി ഗൺഷോട്ട്സ് വെർ ഹിയർഡ്. സഡൻലി പെട്ടെന്ന് ഗൺഷോട്ട്സ് വെടിയൊച്ചകൾ വെർ ഹിയർഡ് കേട്ടു. വൺ ആഫ്റ്റർ ദി അതർ ഒന്നിനു പിറകെ ഒന്നായി. കണ്ടിന്യൂസ് ആയിട്ട്. As if a cracker house was set on fire. വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ. ക്രാക്കർ ഹൗസ് മീൻസ് വെടിമരുന്ന് ശാല. സെറ്റ് ഓൺ ഫയർ തീ പിടിക്കുക. സഡൻലി ഗൺഷോട്ട്സ് were heard one after the other continuously. As if a cracker house was set on fire. പെട്ടെന്ന് അവിടെ പടക്കശാലയ്ക്ക് തീ പിടിച്ച പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി തുരുതുരാ വെടിയൊച്ചകൾ കേട്ടു. ദ ഷോക്ക്ഡ് ആൻഡ് ഹൊറിഫൈഡ് പീപ്പിൾ. ഷോക്കായ, ഹൊറിഫൈഡ് മീൻസ് പരിഭ്രാന്തരായ, പീപ്പിൾ ജനങ്ങൾ, റാൻ ഓടി, ഓൾ അറൗണ്ട് ഫോർ ലൈഫ്. ഓൾ അറൗണ്ട് മീൻസ് ചുറ്റുപാടും, ഫോർ ലൈഫ് ജീവന് വേണ്ടി. The shocked and horrified people ran all around for life. പേടിച്ചരണ്ട ജനങ്ങൾ അവരുടെ ജീവന് വേണ്ടി ചുറ്റുപാടും ഓടി. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ നൂറുകണക്കിന് ജനങ്ങൾക്ക് ലോസ്റ്റ് നഷ്ടപ്പെട്ടു their lives അവരുടെ ജീവിതം. either in the firing ഒന്നുകിൽ തീ പിടിച്ചുകൊണ്ടോ or in the rush അല്ലെങ്കിൽ തിരക്കിൽപ്പെട്ടോ. Hundreds of people lost their lives either in the firing or in the rush. നൂറുകണക്കിന് ആളുകൾക്ക് തിരക്കിൽപ്പെട്ടോ വെടികൊണ്ടോ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആൻഡ് മെനി മോർ പീപ്പിൾ കൂടുതൽ ആളുകൾക്ക് were wounded മുറിവേൽപ്പിക്കപ്പെട്ടു. wound means മുറിവ്. ആൻഡ് മെനി മോർ പീപ്പിൾ were wounded കൂടുതൽ ആളുകൾക്ക് മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തു. ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവം ദാറ്റ് ഷോക്ക്ഡ് ഇൻ ഇന്ത്യൻ മൈൻഡ് ഇന്ത്യൻ മനസ്സുകളെ ഞെട്ടിച്ച ഈ സംഭവം took place നടക്കുന്നത് on 13 April 1919 1919 ഏപ്രിൽ 13-നാണ്. ദിസ് ഇൻസിഡൻറ്റ് ദാറ്റ് ഷോക്ക്ഡ് ദ ഇന്ത്യൻ മൈൻഡ് took place on 13 April 1919 ഇന്ത്യൻ ജനമനസ്സുകളെ ഞെട്ടിച്ച ഈ സംഭവം നടക്കുന്നത് 1919 ഏപ്രിൽ 13-നായിരുന്നു. ഓൺ ഹിയറിംഗ് ദിസ് ഇത് കേട്ടപ്പോൾ ഗാന്ധിജി ആഗ്രഹിച്ചു ടു റീച്ച് ജാലിയൻവാലാബാഗിലെത്താൻ ആസ് സൂൺ ആസ് പോസിബിൾ സാധ്യമാകുന്നത്ര വേഗത്തിലെത്താൻ. ഓൺ ഹിയറിംഗ് ദിസ് ഗാന്ധിജി വിഷ്ഡ് ടു റീച്ച് ജാലിയൻവാലാബാഗ് ആസ് സൂൺ ആസ് പോസിബിൾ. ഈ സംഭവം കേട്ടപ്പോൾ ഗാന്ധിജിക്ക് എത്രയും വേഗത്തിൽ ജാലിയൻവാലാബാഗിലെത്താൻ ആഗ്രഹം തോന്നി. ബട്ട് ദ ബ്രിട്ടീഷ് ആർമി പക്ഷേ ബ്രിട്ടീഷ് പട്ടാളം ഡിഡ് നോട്ട് അലൗ ഹിം അദ്ദേഹത്തെ അനുവദിച്ചില്ല ടു ഈവൻ എൻ്റർ പഞ്ചാബിലേക്ക് പ്രവേശിക്കാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല. But the British army did not allow him to even enter Punjab. ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് പ്രവേശിക്കാൻ പോലും സമ്മതിച്ചില്ല. ദിസ് ഡിസപ്പോയിൻറ്റഡ് ഗാന്ധിജി ഇത് ഗാന്ധിജിയെ വിഷമിപ്പിച്ചു. ഫർദർമോർ കൂടുതൽ. ദിസ് ഡിസപ്പോയിൻറ്റഡ് ഗാന്ധിജി ഫർദർമോർ ഇത് ഗാന്ധിജിയെ കൂടുതൽ വിഷമിപ്പിച്ചു. How did the British respond to the freedom struggle? സ്വാതന്ത്ര്യ സമരങ്ങളെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? റെസ്പോണ്ട് മീൻസ് പ്രതികരിക്കുക. ഫ്രീഡം സ്ട്രഗിൾ സ്വാതന്ത്ര്യ സമരം. ഡിസ്കസ് ചെയ്യൂ. നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി.
നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ സമരം. ഗാന്ധിജി ആവശ്യപ്പെട്ടു എ കൺട്രി വൈഡ് സ്ട്രൈക്ക്, ദേശവ്യാപകമായ സമരത്തിന്. ആഫ്റ്റർ ദി ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ്, ജാലിയൻവാല ബാഗ് സംഭവത്തിന് ശേഷം. ഗാന്ധിജി കോൾഡ് ഫോർ കൺട്രി വൈഡ് സ്ട്രൈക്ക് ആഫ്റ്റർ ദി ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ്, ജാലിയൻവാല ബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു. It was decided not to cooperate with the British government at any level. It was decided, അത് തീരുമാനിക്കപ്പെട്ടു, not to cooperate, സഹകരിക്കാതിരിക്കാൻ, with the British government, ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി, at any level, ഒരു നിലക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി സഹകരിക്കാതിരിക്കാനാണ് അത് തീരുമാനിക്കപ്പെട്ടത്. What were the demands of the non-cooperation movement? നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? Promote ഖാദി, avoid liquor, propagate the Hindi language, boycott foreign clothes. Promote ഖാദി, ഖാദി പ്രചരിപ്പിക്കുക. Avoid liquor, അവോയ്ഡ് ഒഴിവാക്കുക, ലിക്കർ മദ്യം. പ്രൊപ്പഗേറ്റ് പ്രചരിപ്പിക്കുക, ദ ഹിന്ദി ലാംഗ്വേജ് ഹിന്ദി ഭാഷ. ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ്, ബോയ്ക്കോട്ട് ബഹിഷ്കരിക്കുക, ഫോറിൻ ക്ലോത്ത്സ് വിദേശ വസ്ത്രങ്ങൾ. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ. Struggles in Kerala too, സമരം കേരളത്തിലും. ആസ് പാർട്ട് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഗാന്ധിജി വിസിറ്റഡ് കേരള ഓൾസോ. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലുമെത്തി. ഗാന്ധിജീസ് അറൈവൽ, ഗാന്ധിജിയുടെ വരവ്, പ്രൊവൈഡഡ് നൽകി, സ്ട്രെങ്ത് ശക്തി, ആൻഡ് വിഗർ ഊർജ്ജസ്വലത, ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്, ഇൻ കേരള കേരളത്തിൽ. ഗാന്ധിജീസ് അറൈവൽ പ്രൊവൈഡഡ് സ്ട്രെങ്ത് ആൻഡ് വിഗർ ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള. ഗാന്ധിജിയുടെ വരവ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തിയും ഊർജ്ജസ്വലതയും നൽകി. വി ഇന്ത്യൻസ് ആർ ചിൽഡ്രൻ ഓഫ് വൺ മദർ, our joys and sorrows are the same, our goal is the freedom of India. We, നമ്മൾ, ഇന്ത്യൻസ് ഇന്ത്യക്കാരാണ്, ആർ ചിൽഡ്രൻ ഓഫ് വൺ മദർ, ഒരു അമ്മയുടെ മക്കളാണ്, അവർ ജോയ്സ് ആൻഡ് സോറോസ്, നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും, ആർ ദി സെയിം, ഒന്നാണ്, അവർ ഗോൾ, നമ്മുടെ ലക്ഷ്യം, ഈസ് ദി ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ജാലിയൻവാല ബാഗ് സംഭവം, 2 അതിനെ തുടർന്ന് നടന്ന സംഭവമാണ് നിസ്സഹകരണ സമരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം.